നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു അധിക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായ MP ആയ അദ്ദേഹം ഒരുപാട് നല്ല ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ വാങ്ങി ഒന്നിലധികം തവണ ലോക്സഭയിലും കടന്നു ചെന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം വെറുമൊരു MP ആയിട്ടല്ല ഈ പാർലമെന്റിലേക്ക് കടന്നു ചെന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല, നാം ഒരുപാട് ഇന്റർവ്യൂകൾ അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. ഒരു MP ആയി രാജ്യസഭയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ ശബ്ദമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിന്റെ ശബ്ദമായ അല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ അല്ല, അതിനുവേണ്ടിയല്ല അദ്ദേഹം പോയത്. അപ്പോൾ ചോദിക്കാൻ മറ്റുള്ളവരില്ലേ? ഉണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ച ആ ഒരു ആക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. ലോകത്ത് മലയാളി എവിടെയുണ്ടോ അവരെല്ലാം ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ലുങ്കി. എന്താണ് ലുങ്കിക്കുള്ള പ്രശ്നം? ലുങ്കി എന്നാൽ വെറും നൂലുകൊണ്ട് നെയ്തെടുക്കുന്ന ഒരു വസ്ത്രമല്ലേ? ഇതുവഴി എത്രയോ പാവങ്ങൾ ജീവിക്കുന്നു. അവരുടെ ഉപജീവന മാർഗമാണ് ഈ ഒരു തൊഴിൽ. എന്താണ് ലുങ്കി ഉടുത്താലുള്ള പ്രശ്നം? എന്തെങ്കിലും കുറവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള മനുഷ്യന്മാരെയൊക്കെ ഗൾഫ് കൺട്രികളിൽ തന്നെ ഇപ്പോഴും ലുങ്കി ഉപയോഗിക്കുന്ന വിദേശീയരുണ്ട്. അത് നമ്മുടെ ആസാമിലെ MP കണ്ടില്ല എന്ന് തോന്നുന്നു. MP ഒരുപക്ഷെ ആസാം വിട്ട് നേരെ രാജ്യസഭയിൽ വരികയോ അല്ലെങ്കിൽ പാർലമെന്റിൽ വരികയോ അത് മാത്രമാണോ ആ MP ഉത്തരവാദിത്തം? ലോകം കാണുന്നില്ലേ? ലോകത്തുള്ള മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇവർ കാണുന്നില്ലേ? ഇവർ മനസ്സിലാക്കുന്നില്ലേ? എങ്ങനെയാണ് ഒരു വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുക? അദ്ദേഹത്തെ ആവർത്തിച്ച് ലുങ്കിവാല എന്ന് ആവർത്തിച്ച് വിളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ MP എന്താണ് ലാഭം? അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിലൂടെ ഇവർക്കുണ്ടായ ലാഭം എന്താണ്? BJP ഈ ആസാമിലുള്ളവരാരും ലുങ്കി ഉടുക്കില്ലേ? അതേ അവർക്ക് അവിടെയുള്ളവർക്ക് തുണി എന്ന് പറയുന്നത് അലർജിയാണോ? പിന്നെ ഈ ലുങ്കിവാല എന്ന് നമ്മുടെ MP ഈ ജോൺ ബ്രിട്ടാസിനെ ആക്ഷേപിക്കുമ്പോൾ അവർ ഏത് തരം വസ്ത്രമാണ് ധരിച്ചിരുന്നത്? അവർ എന്ത് തരം വസ്ത്രമാണ്? നൂലുകൊണ്ട് നെയ്ത വസ്ത്രമല്ലേ അവർ ധരിച്ചിരുന്നത്? അപ്പോ എങ്ങനെ ഈ വ്യക്തിയെ അവർ ആക്ഷേപിച്ചു? മാത്രമല്ല, പിന്നീട് അവരൊരു ന്യായീകരണം നടത്തി. കേരളത്തിലുള്ളവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എല്ലാം നല്ല മനുഷ്യരാണ്. അത് ഒരുതരം നമ്പറാണ്. അതായത് മറ്റുള്ളവർ അവർക്കെതിരെ തിരിയരുത് എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ. മാത്രമല്ല, ഇന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ സപ്പോർട്ടായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാൽ പോലും അല്ലെങ്കിലും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്ന് തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ പാർലമെന്റിൽ ലുങ്കി ഉടുത്തുകൊണ്ട് പോകണം ഇതിന്റെ പ്രതിഷേധം. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്കും കേരളത്തിൽ ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹം തലകുനിഞ്ഞിരിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ന് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പോയ MP അദ്ദേഹം തലകുനിഞ്ഞിരുന്ന് ചിരിക്കുകയായിരുന്നു. അതായത് ലുങ്കിവാല എന്ന് കളിയാക്കിയപ്പോൾ അദ്ദേഹത്തിനൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരി. അദ്ദേഹവും ഈ വസ്ത്രം ധരിക്കും, ഒരു കുഴപ്പവുമില്ല. എന്താണ് ഈ വസ്ത്രത്തിന്റെ പ്രശ്നം? വസ്ത്രം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? മുമ്പ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പലതരം സിനിമകൾ ഇറക്കി നമ്മളെ കേരളീയനെ മോശമായി ചിത്രീകരിക്കാൻ പലകുറി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നു. അതിനൊക്കെ നാം കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിച്ചു. അതോ അർഹിക്കുന്ന അഭിജ്ഞതയോടുകൂടി അതിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. ഒരു രാജ്യസഭയ്ക്കകത്ത് ഒരു MP ആയി ഒരു കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക. ഈ അധിക്ഷേപം കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ലാഭമുണ്ടോ? ഉണ്ടാവാം. എന്തെന്നാൽ BJP MP ആയിട്ടാണല്ലോ ആസാമിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ മറ്റ് പാർട്ടിക്കാർ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർക്ക് സംസാരിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടല്ല.
പക്ഷെ അതിനൊരു ന്യായീകരണം അവരുണ്ടാക്കി. ആ ന്യായീകരണം ഒരിക്കലും വില പോകുന്ന ന്യായീകരണമല്ല. It was a statement made by an honorable member from Kerala, and the media is showing that I said something which is derogatory of the traditional attire of Kerala. It's a very unfortunate politicization for brownie points, and I am very clear that what was said on the mic, of which I have a video, was divisive, derogatory, and after that what was further said to me divides the nation. And let a message not go from the house that we are divided on the basis of culture, religion, language. And I request Mr. Britas, we've known each other for very long, anytime we can meet and talk about it. But my message is to the people of Kerala that please don't let the other statements mislead you. I love Kerala and I love the people of Kerala. നിക്ഷേപിച്ച ഈ എംപിക്ക് തുണിയോട് എന്തെങ്കിലും അലർജി ഉണ്ടോ? അവരുടെ വീട്ടിൽ അവർ ഏതുതരം വസ്ത്രമാണ് ഉടുക്കുന്നത്? 24 മണിക്കൂറും 24 അവേഴ്സും ജീൻസും അല്ലെങ്കിൽ ഷർട്ടുമാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതോ ഫുൾ ടൈം ചുരിദാർ ഇട്ടുകൊണ്ടാണോ നടക്കുന്നത്? അവരുടെ വീട്ടിലുള്ളത് അച്ഛനോ അല്ലെങ്കിൽ മറ്റോ സഹോദരങ്ങളോ ആരും ലുങ്കി ഉടുക്കാറില്ലേ? ആസാമിലുള്ളവർക്ക് ലുങ്കി എന്ന് പറഞ്ഞാൽ എന്തോ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന സാധനമെന്നാണോ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ആസാമിനെയും കേരളത്തിനെയും ഏത് തരത്തിലാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? ആസാമിനെയും കേരളത്തെയും എങ്ങനെ നിങ്ങൾ താരതമ്യപ്പെടുത്തും? എങ്ങനെ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞു? കേരളീയൻ ലോകത്തിന്റെ എല്ലാ കോണിലും ഉണ്ട്. എവിടെ ചെന്നാലും ഒരു കേരളക്കാരനുണ്ടാവും. ഒരു ആണോ പെണ്ണോ അത് കേരളത്തിൽ നിന്നുള്ളവരായിരിക്കും. അതിൽ ഒരു തർക്കവുമില്ല. കേരളം ഇന്ത്യ ആണ് എന്ന് പറഞ്ഞിരുന്നാൽ പോലും നിങ്ങൾ അവരെടുത്ത് ചോദിക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. അവരോട് പറയുന്നതാണ് ഞങ്ങൾ കേരളീയനാണെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇന്ത്യക്കാരനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവിടെ ഞങ്ങൾ കേരളീയൻ എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ അതിക്രമങ്ങൾ കാണുമ്പോൾ അത് പറയേണ്ടതായിട്ട് വരും. അത് നിർബന്ധമായിട്ടും പറഞ്ഞു പോകുന്ന ഒരു വിഷയമാണ്. നിർബന്ധമായും ഞങ്ങൾ കേരളീയർ പറഞ്ഞു പോകും. അങ്ങനെയാണ്. കാരണം അവസ്ഥ അങ്ങനെ ആക്കി തീർത്തു. അതുകൊണ്ടാണല്ലോ ചോദ്യം ചെയ്യുന്നവരെ വാടപ്പിക്കുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോൾ നടന്നു വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സമരം ചെയ്ത കുട്ടികളെല്ലാം തല്ലി പഴുപ്പിച്ച് ഒരു പരുവമാക്കി ഓടയിൽ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട MP ശ്രീ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ചോദിച്ചത്. രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ ആസാമിൽ നിന്നുള്ള, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാരണം അവരെ കുറിച്ച് ഇനി ട്രോളാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ വ്യക്തിപരമായി ഒരാളിനെ വ്യക്തിഹത്യ നടത്തേണ്ട കാര്യമില്ല. ലുങ്കി എന്ന് വെച്ചാൽ അത്ര മോശപ്പെട്ട വസ്ത്രമൊന്നുമല്ല. ഇതുവഴി ജീവിക്കുന്ന എത്രയോ ജനങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഒരു കൈത്തറി ഉണ്ടാക്കിയാൽ, ഒരു കൈത്തറി വെച്ചാൽ അതിൽ 10 പേർക്കോ 15 പേർക്കോ 20 പേർക്കോ ജോലി കൊടുക്കാം. അതുവഴി എത്രയോ പേര് ജീവിക്കും. നിങ്ങളുടെ ആസാമിലും കൊണ്ടുപോയി ചെയ്തോളൂ, എന്താ വിഷയം? അവിടെയും വിൽക്കാമല്ലോ. അല്ലെങ്കിൽ അവിടെയുള്ളവർ ആരും ലുങ്കി ഉടുക്കുന്നില്ലേ? ഇനി അവിടെയുള്ളവരാരും ലുങ്കി ഉടുക്കുന്നില്ല എന്നാണ് MP-യുടെ വാദമെങ്കിൽ 100 കണക്കിന് 1000 വീഡിയോകൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ ആ ഉടുത്തുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ തൊട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. ആസാമിൽ നിന്നുള്ള എത്രയോ തൊഴിലാളികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജോലിക്ക് വരുന്നു. അവര് എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ആ ജോലിക്കായിട്ട് വന്ന ഒരു ഉപജീവന മാർഗത്തിന് വന്നവരാണ്. അവരും ഈ ലുങ്കി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ MP-ക്ക് എങ്ങനെയാണ് ഈ വസ്ത്രം അലർജി ആയതെന്ന് അറിയാൻ വയ്യ. പിന്നെ ഒരു വിരട്ടുമായി വന്നു. അതായത് അവർ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കും അത്രേ. എന്ത് വിചിത്രമായ കാര്യം! നമ്മുടെ MP പറഞ്ഞ ആസാമിൽ നിന്ന് വന്ന് അവർക്ക് മറ്റ് മറുപടികളൊന്നും ഇല്ല. അവർ തീർത്തും കാരണം രാജ്യസഭയുടെ സ്പീക്കർ അവരെ താക്കീത് ചെയ്തു. അങ്ങനെ ആരെയും വ്യക്തിപരമായി സംസാരിക്കാൻ പാടില്ല. തീർച്ചയായും ഒരു ഉത്തരവാദിത്തപ്പെട്ട ചെയറിൽ ഇരിക്കുന്ന വ്യക്തികൾ അങ്ങനെ വ്യക്തികളുമായി മറ്റൊരാളിനെ
വ്യക്തിഹത്യ നടത്താൻ പാടില്ല. അവരുടെ വസ്ത്രത്തെയോ അവരുടെ സംസ്ഥാനത്തിനെയോ, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയം പറയാം, അത് വേറെ വിഷയം. കാരണം രാഷ്ട്രീയമാണല്ലോ നിങ്ങളുടെ ഈ മുഖമുദ്ര. അപ്പോൾ രാഷ്ട്രീയം പറയാം, പക്ഷെ വ്യക്തിഹത്യ നടത്താൻ പാടില്ല. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ പലരും ചായവാല എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. അതെന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം അന്നത്തെ കാലത്ത് അങ്ങനെയായിരിക്കും വന്നത്. നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. ഇന്ന് അദ്ദേഹം അങ്ങനെയല്ല. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു രാജ്യത്തിന്റെ തലവനാണ് അദ്ദേഹം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്ന് കരുതി അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇന്ത്യയിൽ 90% ആൾക്കാരും ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവരുമായി സപ്പോർട്ട് ചെയ്യുന്നവർ അതിനെ ന്യായീകരിക്കും. അതങ്ങനെയാണ്. ഒരു ഭരണം നിലവിലിരിക്കുമ്പോൾ ആ ഭരണത്തിനോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഓരോന്നോരോന്നായി ആ ഭരണകക്ഷിക്ക് സപ്പോർട്ട് ചെയ്യും. എതിർകക്ഷിയിൽ നിൽക്കുന്നവർ എതിർത്ത് സംസാരിക്കും. ഇത് ലോകത്തോട് നടക്കുന്ന പതിവാണ്. പക്ഷേ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് ജനസമ്മതനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അതായത് ഇത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ, ജെൻസിന്റെ ഇടയിൽ, ജെൻസി എന്ന് വിളിക്കുന്ന യുവാക്കളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന സ്വീകാര്യത അത് ഒരു മന്ത്രിക്കുമില്ല. ഭരണപക്ഷത്തോ ഇനി പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ ആർക്കോ ആവട്ടെ. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി. ജോൺ ബ്രിട്ടാസിന് നമ്മുടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അദ്ദേഹം മുണ്ടെടുത്ത് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രതിഷേധം അറിയിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോ അതിനോടനുബന്ധിച്ച് മറ്റ് പലരും ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇനിയും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-കൾ അവിടെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി നിന്ന് സമരം വിളിക്കുന്നതല്ല, രാജ്യസഭയ്ക്കകത്തും അല്ലെങ്കിൽ പാർലമെന്റിനകത്തും ഇതിനെതിരെ പ്രതിഷേധിക്കണം. കാരണം നമ്മുടെ വസ്ത്രത്തെ കുറച്ച് കാണാൻ ഒരു വ്യക്തികൾക്കും അനുവാദമില്ല. അതിനുള്ള അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. അഭിപ്രായം പറഞ്ഞോട്ടെ, പക്ഷേ വ്യക്തിഹത്യ നടത്താൻ പാടില്ല. അവരുടുക്കുന്ന വസ്ത്രത്തെ മോശമായി പറഞ്ഞ് ഈ പറയുന്ന ഇവരെയും തിരിച്ചു പറയാം. പക്ഷേ ജോൺ ബ്രിട്ടാസ് അവരുടെ വസ്ത്രത്തെക്കുറിച്ച് മോശമായ രീതിയിൽ പറയാമായിരുന്നു, അവരുടെ സംസ്ഥാനത്തിനെ കുറിച്ച് മോശമായ രീതിയിൽ പറയാമായിരുന്നു. പക്ഷേ അവിടെ ജോൺ ബ്രിട്ടാസ് ചെയ്തത് അവരുടെ നിലവാരത്തിനൊത്ത് ഇറങ്ങിയില്ല. ഇറങ്ങി ചെന്നില്ല. അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹം പിടിച്ചു നിർത്തി. അദ്ദേഹം എത്തരക്കാരനാണെന്ന് അപ്പോഴെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട MP മാഡത്തിന് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ജോൺ ബ്രിട്ടാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായിക്കൊണ്ട് പോട്ടെ, ഇനി കേരളത്തിൽ നിന്ന് പോയ ഒരു BJP-കാരനാണ് അങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിനെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരിക്കലും കേരളീയനായ ഒരു മനുഷ്യനും സമ്മതിക്കില്ല. ഇവിടെ നമ്മുടെ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ MP-ക്ക് എന്താണ് കേരളത്തിനോട് ഇത്രയും വലിയ പുച്ഛം? എന്താ നിങ്ങളുടെ വിചാരം? എന്താ കേരളീയനൊക്കെ വെറും പിച്ചക്കാരനാണെന്നാണോ നിങ്ങളുടെ ധാരണ? അതോ കേരളത്തിൽ ഒന്നുമില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? കേരളക്കാരന് ഇന്ന് എല്ലാം ഉണ്ട്. കേരളം എന്നൊരു ബില്ല് പാസ്സാക്കി. അതുകൊണ്ട് എന്ത് പ്രയോജനം? കേരളം എന്ന് ഞങ്ങൾ പണ്ടേ വിളിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള എന്നല്ല, കേരളം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. മലയാളത്തിൽ എഴുതുമ്പോൾ കേരള എന്ന് എഴുതില്ല, കേരളം എന്ന് തന്നെയാണ് എഴുതാറ്. കേരളക്കാരൻ എന്ന് പറയുമ്പോൾ അതിനെ അനുസരിച്ച് പറഞ്ഞു പോകുന്നതാണ്. കേരളം എന്ന് തന്നെയാണ്. കേരളമാണ് ഞങ്ങളുടെ നാട്. അതുകൊണ്ട് അതിന് വലിയ പ്രത്യേകിച്ച് ബില്ലൊന്നും പാസ്സാക്കേണ്ട കാര്യമില്ല. ആ ബില്ല് പാസ്സാക്കി മറ്റൊരു MP ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവരൊരു സ്ത്രീയാണ്, അപ്പോഴാണ് അവർ പറഞ്ഞത്, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. അപ്പോ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ മുമ്പിലും ലോകത്ത് എവിടെ ചെന്നാലും കേരളക്കാരൻ എന്ന് പറഞ്ഞാൽ തല ഉയർത്തി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ മാന്യത കൊണ്ടും മര്യാദ കൊണ്ടും തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും തൻ്റെ ബഹുമാനം കൊണ്ടും പലരുടെയും മുമ്പിൽ തലകുനിഞ്ഞ് നിൽക്കാറുണ്ട്. അതാരെയും ഭയന്നിട്ടല്ല. അവൻ്റെ വിദ്യാഭ്യാസം, ബഹുമാനം,
ഭയഭക്തി, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ച് വളരുന്നത് കൊണ്ടാണ് അവർ എല്ലാവരിടത്തും വളരെ മാന്യമായ രീതിയിൽ, വളരെ പക്വതയോടുകൂടി, വളരെ ഭവ്യതയോടുകൂടി എല്ലാവരോടും പെരുമാറുന്നത്. ആ പെരുമാറ്റം വെച്ച്, അല്ലെങ്കിൽ ആ പക്വതയും ആ ഒരു ഭവ്യതയും ആ ഒരു തലകുനിഞ്ഞ് നിൽക്കുന്നതും വെച്ച് മുതലെടുക്കാം എന്ന് ഒരിക്കലും ഒരു മനുഷ്യനും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി ഒരിക്കലും കേരളത്തെ, അല്ലെങ്കിൽ കേരളക്കാരനെയോ കേരള ലുങ്കിയോ ലുങ്കി വാലയോ എന്ന് വിളിച്ച് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒരു മലയാളിയും അതിന് അനുവാദം തരില്ല. അങ്ങനെ സംഭവിച്ചാൽ കേരളം ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കും. ഇവിടെ പാർട്ടിയോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമേ അല്ല. കേരളക്കാരൻ, കേരളം, ഇതാണ് എല്ലാ മനുഷ്യന്റെയും ശിരസിലോടുന്ന, അല്ലെങ്കിൽ ശിരസിൽ പതിച്ചിരിക്കുന്ന, തലച്ചോറിൽ പതിച്ചിരിക്കുന്ന ആ ഒരു വിഷയം. ഇതിൽ യാതൊരു മാറ്റവുമില്ല, ഒരു തർക്കവുമില്ല. ഒരിക്കലും ഇനി ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുത്. അത് ഒരിക്കലും ഒരു ഉന്നത സ്ഥാനത്ത്, ഉന്നത സീറ്റിലിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ചേർന്നതല്ല, പറ്റിയതല്ല. അത് അപമാനമാണ്. തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.